കഴിഞ്ഞ ഞായറാഴ്ചത്തെ ദേശാഭിമാനി പത്രത്തിൽ വാരാന്ത പതിപ്പുണ്ടായിരുന്നില്ല. പതിവായിട്ട് ഇറക്കുന്നതാണ്. അന്നത് കണ്ടില്ല. അതിൻ്റെ പേരിൽ കേരളത്തിലെ മാപ്രകൾ CPM-നെതിരെ അല്ലെങ്കിൽ ദേശാഭിമാനിക്കെതിരെ എന്തൊരു ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടത്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷമുള്ള പതിവ് പത്രസമ്മേളനത്തിൽ നമ്മുടെ ഗോവിന്ദൻ മാഷ് സത്യം മാത്രം പറയുന്ന ഒരാളാണ്. അദ്ദേഹം വെളിപ്പെടുത്തിയ ഒരു പരമമായ സത്യം കേട്ടപ്പോൾ ഈ മാപ്രകളോട് സത്യം പറഞ്ഞ വലിയ ദേഷ്യം തോന്നിപ്പോയി. ഇല്ലാത്ത പൂച്ചയെ ഇരുട്ടത്ത് തപ്പുന്നവരല്ല അവർ. ഇല്ലാത്ത പൂച്ചയെ ഇരുട്ടത്ത് തപ്പുന്ന അന്ധന്മാരാണ് അവർ. ആ രീതിയിലാണ്, അത് ശരിവയ്ക്കുന്ന രീതിയിലാണ് അവർ ദേശാഭിമാനിയോടും CPM-നോടും പെരുമാറിയത്. ദേശാഭിമാനി വാരാന്ത പതിപ്പിൽ കള്ളൻ വിജയൻ എന്ന പേരിൽ ഒരു ലേഖനം ഉൾപ്പെടുത്തിയിരുന്നുവെന്നും അത് അവസാന നിമിഷം കണ്ടുപിടിച്ചെന്നും അത് അച്ചടിച്ചെന്നും അച്ചടിച്ചില്ലെന്നും അച്ചടിച്ചിട്ട് വിതരണം ചെയ്യാതിരുന്നതാണെന്നും ഒക്കെയുള്ള വിവാദം അത് തുടങ്ങിയിട്ടിപ്പം ഒരാഴ്ചയായി. കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ അത് അന്തരീക്ഷത്തിലുണ്ട്. നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. ദേശാഭിമാനിയുടെ ഈ സൺഡേ സപ്ലിമെൻ്റ് കാത്തിരിക്കുന്ന ധാരാളം വായനക്കാരുണ്ട്. അത് കണ്ടില്ലെങ്കിൽ ഞായറാഴ്ച അവർക്ക് ഉറക്കം വരത്തില്ല. പക്ഷേ അന്ന് വാരാന്ത പതിപ്പുണ്ടായില്ല. അപ്പോൾ എന്താ കാരണമെന്ന് അന്വേഷിച്ചു. പത്രം ഇറങ്ങി, പക്ഷേ വാരാന്ത പതിപ്പില്ല. വാരാന്ത പതിപ്പില്ലാത്ത ഞായറാഴ്ചത്തെ പത്രമോ? അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഇങ്ങനെയൊരു ലേഖനം ഇതിൽ ഉൾപ്പെടുത്തിയെന്നോ ഉൾപ്പെടുത്താൻ നോക്കിയെന്നോ അത് കണ്ടുപിടിച്ചെന്നോ ഒക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇനി ആ ലേഖനം സൺഡേ സപ്ലിമെൻ്റ് വന്നാൽ കുഴപ്പമെന്താ? ഈ കള്ളൻ വിജയനെന്ന് ഒരു നാടകപ്രവർത്തകനെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഈ ശീർഷകവുമായിട്ടൊരു ലേഖനം ദേശാഭിമാനിയിൽ വന്നാൽ അത് നമ്മുടെ പിണറായി വിജയനെക്കുറിച്ചാണെന്ന് വർണ്ണ്യത്തിൽ ആശങ്ക തോന്നുമെന്നും അത് പ്രശ്നമാകുമെന്നും തോന്നി, പാർട്ടിക്ക് തോന്നി. അപ്പോഴാണ് അത് പിൻവലിച്ചത്. അല്ലെങ്കിൽ വാരാന്ത പതിപ്പ് അടിക്കണ്ടെന്നോ അല്ലെങ്കിൽ അടിച്ചാൽ തന്നെ വിതരണം ചെയ്യേണ്ടെന്നോ തീരുമാനിച്ചത് അപ്പോഴാണ്. ഇത് നാട് മുഴുവൻ അറിഞ്ഞു, നാണക്കേടായി. ഒരാഴ്ചയായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ തട്ടിക്കളിക്കുക. M. സ്വരാജാണ് ഈ ദേശാഭിമാനി പത്രത്തിൻ്റെ റെസിഡൻ്റ് എഡിറ്റർ. ചീഫ് വേറെയാണ്, ദിനേശൻ പുത്തലത്ത്. ഇവിടെ റെസിഡൻ്റ് എഡിറ്ററാണ് എന്തുകൊണ്ട് വാരാന്ത പതിപ്പ് അന്ന് പ്രസിദ്ധീകരിച്ചില്ല എന്ന വിശദീകരണവുമായി വന്നത്. സാങ്കേതിക തകരാറ്. വീക്കെൻഡ് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ വാരാന്ത പതിപ്പ് അടിച്ചുകൊണ്ടിരുന്നപ്പം ചില ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ട് പ്രസിദ്ധീകരിച്ചില്ല. അതുകൊണ്ട് അച്ചടി നടന്നില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. പ്രസ്സല്ലേ, ഒരു യന്ത്രമല്ലേ, അതൊക്കെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതന്നങ്ങനെ സംഭവിച്ചു പോയി, അതുകൊണ്ട് ഇറങ്ങിയില്ല. അല്ലാതെ മറ്റുള്ളവർ പറയുന്ന പോലെ കള്ളൻ വിജയൻ്റെ ലേഖനം ഒന്നുമല്ല ഇഷ്യൂ എന്ന് ആര് പറഞ്ഞു? നമ്മുടെ സ്വരാജ് പറഞ്ഞു. സ്വരാജും സത്യം മാത്രം പറയുന്ന ഒരാളാണ്. അദ്ദേഹം അങ്ങനെ നുണ പറയാറില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇത് കഴിഞ്ഞ ഉടനെ പക്ഷേ മറ്റൊരു സംഭവം ഉണ്ടായി. KR അജയൻ എന്ന് പറയുന്ന ഒരാളാണ്, ഒരു പത്രപ്രവർത്തകനാണ്, വാരാന്ത പതിപ്പിൻ്റെ ചുമതല. അത് ഈ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന മിക്ക പത്രപ്രവർത്തകർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അജയൻ വളരെ അറിയപ്പെടുന്ന ഒരാളാണ്. സഞ്ചാര സാഹിത്യകാരനാണ്, മറ്റു പല കാര്യങ്ങളും എഴുതുന്ന ഒരാളാണ്, വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹമാണ് സൺഡേ സപ്ലിമെൻറ്റിൻ്റെ ചുമതലക്കാരനെന്ന് തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പത്രപ്രവർത്തക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് അങ്ങ് മാറ്റി. പകരം ചന്ദ്രമോഹൻ എന്ന് പറയുന്ന ഒരാളിന് ചുമതല ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഈ ലേഖനം എഴുതിയ ആൾ TC രാജേഷ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ലേഖനം പോസ്റ്റ് ചെയ്തു. അതുമാത്രമല്ല, തന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വാരാന്ത പതിപ്പിന് വേണ്ടി ഈ ലേഖനം തയ്യാറാക്കിയത് എന്നും പറഞ്ഞു. ഇതിനിടയ്ക്ക് കൂടിയ സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ ഇത് ചർച്ച ചെയ്യുമല്ലോ. വലിയൊരു വിഷയമാണല്ലോ. ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പ് ഇറങ്ങിയില്ല എന്നുള്ളതൊരു മഹാപ്രശ്നമാണല്ലോ. സത്യമങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ ഇതത്ര വലിയ പ്രശ്നമൊന്നും ആകത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരു ലേഖനം, അതിൻ്റെ ഒരു ഹെഡിങ് അങ്ങനെ വന്നു. അത് ഒരു നാടക പ്രവർത്തകനെക്കുറിച്ചാണ്. എന്നാലും തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ട പാർട്ടി പത്രമല്ലേ, അതുകൊണ്ട് ഞങ്ങളതങ്ങ് പിൻവലിച്ചു. അത് പ്രസിദ്ധപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതിന് സാങ്കേതിക തകരാറ്, മറ്റ് പ്രശ്നങ്ങൾ, നിങ്ങൾക്കെന്താ കാര്യം, മറ്റു മാധ്യമങ്ങൾക്ക് എന്താ ഇതിനകത്ത് ഇഷ്യൂ എന്താണെന്നൊക്കെ ചോദിച്ച് അത് ഞങ്ങൾ വഷളാക്കിയ പാർട്ടി. അതാണ് സത്യാവസ്ഥ അങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ പല പ്രശ്നങ്ങൾക്കും ഒരു ദിവസത്തെ ആയുസ് പോലും ഉണ്ടാവില്ല. പക്ഷേ സത്യം മറച്ചു വച്ചാൽ അതിങ്ങനെ നീറി കത്തിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം സത്യം പുറത്തു വരികയും ചെയ്യും. അതാണൊരു പൊതു നാട്ടു നടപ്പ്. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ആരെങ്കിലുമൊക്കെ ചോദിച്ചു കാണും, നാണക്കേടായിപ്പോയി സഖാവേ,
ഈ ഒരു ലേഖനം ഇങ്ങനെ വന്നതിൻ്റെ പേരിൽ വാരാന്തപ്പതി പിറക്കാതിരുന്നത്, അതൊരു വിവാദ വിഷയമാക്കിയത് നാണക്കേടായിപ്പോയെന്ന് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് കമ്മിറ്റിക്കാരൻ പറഞ്ഞു കാണും. എന്തായാലും ഇന്നലെ കമ്മിറ്റി തീരുമാനങ്ങളെ വിശദീകരിക്കാൻ വേണ്ടി നടത്തിയ പത്രസമ്മേളനത്തിൽ വളരെ പ്രസക്തമായ ഒരു സത്യം, ഞാൻ പറഞ്ഞല്ലോ എം വി ഗോവിന്ദൻ മാഷ് സത്യമേ പറയത്തുള്ളൂ, അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയൊരു ലേഖനം തന്നെ ഇല്ല, കള്ളൻ വിജയൻ എന്ന് പറയുന്ന ഒരു ലേഖനം തന്നെ ഇല്ല. ഇല്ലാത്തൊരു ലേഖനം എങ്ങനെയാണ് പ്രസിദ്ധീകരിക്കുക? ശരിയല്ലേ? ഇല്ലാത്ത ലേഖനം, അങ്ങനൊരു ലേഖനം ആരും എഴുതിയിട്ടില്ല, അങ്ങനൊരു വ്യക്തിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല, അല്ലെങ്കിൽ കള്ളൻ വിജയൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരാളില്ല എന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരാളെക്കുറിച്ച് ലേഖനം എഴുതിയിട്ടേ ഇല്ല, ലേഖനമില്ല. പിന്നെ എങ്ങനെയാണ് പ്രസിദ്ധീകരിക്കുക? ഇത് നേരത്തെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു? ഈ വിവാദം ഉണ്ടായപ്പോഴേ ഈ സത്യം അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും തൊല്ലയും തൊന്തരവും ഉണ്ടാകുകയില്ലായിരുന്നല്ലോ. ഇന്നലെയാണ് ഗോവിന്ദൻ മാഷ് ഈ സത്യം അങ്ങോട്ട് പുറത്തുവിട്ടത്. ലേഖനം തന്നെ ഇല്ല. അതായത് കുഞ്ഞിരാമ, ഇല്ലാത്തൊരു ലേഖനം എങ്ങനെയാണ് പ്രസിദ്ധീകരിക്കുക? അത് പ്രസിദ്ധീകരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് CPM-ൻ്റെ മേൽ അല്ലെങ്കിൽ ദേശാഭിമാനിയുടെ മേൽ കുതിര കയറുക? തെറ്റല്ലയോ? അതുപോലെ തന്നെ KR അജയനെ ഈ വാരാന്തപ്പതിപ്പിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റിയെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ ഒരാൾക്ക് ചുമതലയില്ലെന്നേ. ഇതാരാ നിങ്ങളോട് പറഞ്ഞത്? അങ്ങനെ ഒരാളുടെ ചുമതലയൊന്നും കൊടുത്തിട്ടൊന്നുമില്ല, അദ്ദേഹത്തെ മാറ്റിയിട്ടുമില്ല. ചുമതല കൊടുക്കാത്ത ആളിനെ എങ്ങനെ ആ ചുമതലയിൽ നിന്ന് മാറ്റുന്നത്? എം വി ഗോവിന്ദൻ മാഷ് ചോദിക്കുന്നതിലൊരു യുക്തിയുണ്ട്. ഇല്ലാത്ത ലേഖനം എങ്ങനെ പ്രസിദ്ധീകരിക്കും? ഒരു ചുമതല ഏൽപ്പിക്കപ്പെട്ടില്ലാത്ത ഒരാളിൽ നിന്ന് ആ ചുമതല എങ്ങനെ മാറ്റിവെക്കും? ഇതൊക്കെ ന്യായമായ കാര്യമല്ലേ? ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് മാപ്രകളൊന്ന് ആലോചിക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ട കാര്യമല്ലേ? മറ്റൊരു പ്രസക്തമായ കാര്യം കൂടെ അദ്ദേഹം പറയുകയുണ്ടായി. ദേശാഭിമാനി ഒരു ലേഖനം വരികയോ വരാതിരിക്കുകയോ ചെയ്യുന്നതിൽ മനോരമക്കാരന് എന്താ കാര്യം? നീ അവരെന്തിനാ കിടന്ന് ഈ ബഹളം വയ്ക്കുന്നത്? ശരിയാ ഗോവിന്ദൻ മാഷേ, മനോരമക്കാരൻ എന്താ ഇതിനകത്ത് കാര്യം? പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ദേശാഭിമാനിയുടെ വാരാന്ത്യപ്പതിപ്പ് എത്രയോ കാലമായിട്ട് പ്രസിദ്ധീകരിക്കുന്നു. അവർക്ക് വാരികയുണ്ട്, പത്രത്തിൻ്റെ 4-ാം പേജിൽ ലേഖനങ്ങൾ വരാറുണ്ട്, പുറത്തു നിന്നുള്ള ആളുകൾ ഇതിലൊക്കെ എഴുതാറുണ്ട്, ആളുകളെ കൊണ്ട് എഴുതിക്കാറുണ്ട്, പ്രത്യേക വിഷയങ്ങൾ ഓരോരുത്തരോട് പറഞ്ഞ് എഴുതിക്കാറുണ്ട്. പക്ഷേ ഇതുവരെ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കാതിരുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ആ പേജിലോ വാരാന്തപ്പതിപ്പിലോ വാരികയിലോ ഉൾപ്പെടുത്തിയിട്ട് അത് പുറം ലോകം കാണാതിരിക്കുകയും ചെയ്തതിനെക്കുറിച്ച് ഒരാക്ഷേപവും ഒരു മനോരമക്കാരനും ഉന്നയിച്ചിട്ടില്ലല്ലോ ഇതുവരെ. പിന്നെ എന്താ ഇപ്പം? അതൊന്ന് ആലോചിക്കണ്ടായോ? സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞതെല്ലാം ശരിയാ, സത്യമാ. പക്ഷേ ഇതും കൂടെ ഒന്ന് ആലോചിക്കണ്ടായിരുന്നോ? എന്തുകൊണ്ടായിരിക്കും ഈ ലേഖനം അടങ്ങിയ വാരാന്തപ്പതിപ്പ് വിതരണം ചെയ്യാതിരുന്നതിൻ്റെ പിന്നിലെ കാരണം? നാട്ടുകാർക്ക് ബുദ്ധിയില്ലേ സഖാവേ? എല്ലാവരും CPM-കാരല്ലല്ലോ, ബുദ്ധിയുള്ള ആളുകൾ വേറെ ഉണ്ടല്ലോ. അവരങ്ങനെയൊക്കെ ചിന്തിക്കും എന്നൊന്ന് മനസ്സിൽ കാണേണ്ടതല്ലായിരുന്നു? ഏതായാലും മാപ്രകൾ കൂടുതൽ ചോദ്യം ചോദിച്ച് ഗോവിന്ദൻ മാഷിനെ ബുദ്ധിമുട്ടിച്ചില്ല. വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ വന്നിരുന്നെങ്കിൽ ദേശാഭിമാനി എന്ന് പറയുന്നൊരു പത്രവുമില്ല, അതിനൊരു വാരാന്തപ്പതിപ്പുമില്ല എന്ന് ഗോവിന്ദൻ മാഷിന് പറയേണ്ടി വരുമായിരുന്നു. ഏതായാലും മാധ്യമപ്രവർത്തകന്മാർ അത്രയും സ്നേഹം ഗോവിന്ദൻ മാഷോട് കാണിച്ചു. പാർട്ടിയെ അടിമുടി പുതുക്കിപ്പണിയും, താഴെ തട്ട് മുതൽ മാറ്റങ്ങളുണ്ടാവും. ഞാനടക്കം, അതായത് എം വി ഗോവിന്ദൻ മാഷ് അടക്കം എങ്ങനെ മാറണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഞങ്ങൾക്കൊരു കർമ്മ പദ്ധതി ഉണ്ട് എന്നൊക്കെ ഈ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഗോവിന്ദൻ മാഷ് പറയുകയുണ്ടായി. നല്ല കാര്യങ്ങളാണ്, നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അടിതൊട്ട് മാറ്റങ്ങളുണ്ടാവും, പാർട്ടിയുടെ പരിപാടികൾ പരിഷ്കരിക്കും, പാർട്ടിയിൽ വലിയ കാതലായ മാറ്റങ്ങളുണ്ടാകും എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. നല്ല കാര്യം, അങ്ങനെ വല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരുടെ പാർട്ടിക്ക് കൊള്ളാം. പക്ഷേ ഗോവിന്ദൻ മാഷ് അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത്യാവശ്യം സത്യം പറഞ്ഞ് ശീലിക്കും. ഇപ്പോൾ ഈ വിഷയം തന്നെ, അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ആ സത്യം നാട്ടുകാരോട് പറഞ്ഞിരുന്നെങ്കിൽ, തിങ്കളാഴ്ചത്തെ മാധ്യമങ്ങളിലൊക്കെയാണ് ഇത് ആദ്യമായിട്ട് വന്നത്, ചൊവ്വാഴ്ച കൊണ്ട് ഇതങ്ങ് തീർന്നു പോയേനെ, ഈ വിഷയം അവസാനിച്ചേനെ. അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച നടത്തിയ പത്രസമ്മേളനത്തിൽ ഇതിനെപ്പറ്റി വിശദീകരിക്കേണ്ട ആവശ്യം അങ്ങേക്ക് വരുമായിരുന്നില്ല. ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി എന്ന് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്. അതാ ശരി, സത്യം അങ്ങ് പറ, സത്യം പറഞ്ഞ് ശീലിക്ക്. എന്നിട്ട് നിങ്ങളുടെ പാർട്ടിയെ അടിമുടി പുതുക്കി പണിയാനും താഴെത്തലം തൊട്ട് നവീകരിക്കാനും നോക്ക്, അതായിരിക്കും നല്ലത്. ഗോവിന്ദൻ മാഷേ, അങ്ങ് ഇന്നലെ ഇതൊക്കെ പറയുമ്പോൾ കള്ളൻ വിജയനെക്കുറിച്ചൊരു ലേഖനമില്ല,
ഇല്ലാത്ത ലേഖനം അങ്ങനെ പ്രസിദ്ധീകരിക്കുക, KR അജയന് അതിൻ്റെ ചുമതലയില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങയുടെ മുഖത്തുണ്ടായിരുന്ന ആ കള്ളച്ചിരി ഉണ്ടല്ലോ, ആ ചിരിയിൽ എല്ലാം അടങ്ങിയിരുന്നു.